നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് നോ പറയേണ്ട ആവശ്യകത എന്ത് എന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തെക്കാളും ഉപരി നമ്മുടെ ശരീരത്തോട് പോലും നമുക്ക് നോ പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റക്കാരാരാന്നറിയോ? സൊസൈറ്റിയാണ്. ഇത് നോ അങ്ങനെ പറയാനേ പാടില്ല, ധിക്കാരം പറയാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല. ഇപ്പോ ആളുകൾ നോ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ കംഫർട്ട് സോൺ അവർ പൊട്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന ഏറ്റവും മോശം സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോ പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. പലർക്കും നോ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് വിഷമമാകുമോ, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിൽ പലരും നോ പറയാറില്ല. നമ്മളെല്ലാവരും തന്നെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് വന്നെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും നോ പറയാൻ സാധിക്കാതെ ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നോ പറയാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയല്ലേ? ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാള് മുമ്പൊക്കെ എനിക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ നോയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹർഷ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് വിഷമാവോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രത്തോളം വിഷമാവും, നമ്മൾ അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ? നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമായ അത് തെറ്റല്ലേ? അവരിനി എന്ത് ചിന്തിക്കും? നമ്മൾ നോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഹങ്കാരമാണെന്ന് വിചാരിക്കും, അഹങ്കാരമാണെന്ന് വിചാരിക്കും, നമ്മൾ ഭയങ്കര സാധനമാണെന്ന് വിചാരിക്കും, എന്തൊരു സാധനമാണ്, ഭയങ്കര ക്രൂവലാന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. കുറെ നാൾ കഴിഞ്ഞിട്ടാട്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യമൊന്നും ഇതിപ്പം കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല നോ എന്ന് പറയാൻ. കുറെ പിള്ളേർക്കൊക്കെ അറിയാം, കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ജെൻസി പിള്ളേർക്ക് പലർക്കും ഈ ഒരു നോ പറയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നോ പറയാനുള്ള ധൈര്യം അവർക്ക് ഇപ്പൊ തന്നെ ഉണ്ടെന്നുള്ളത്. അവരെല്ലാത്തിനും നോ പറയും. അതെ, നല്ലതിനും ചീത്തതിനും യെസ് പറയാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നമ്മളേക്ക് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 90s അല്ലെങ്കിൽ 2K എന്നൊക്കെ പറയുന്ന, ഏർലി 2K എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നോ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതിനു മുൻപോ എന്ന് ചോദിച്ചാൽ 90sന് മുൻപ് നോ പറയണമെങ്കിലുള്ള ഒരു അവസരം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അഭിപ്രായം ചോദിക്കുമ്പോഴാണ് യെസ് ആണോ നോ ആണോ എന്നൊരു മറുപടി പറയാൻ സാധിക്കുന്നത്. 80s എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറയുന്നു, അപ്പുറം നിൽക്കുന്ന ആൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ വീട്ടുകാരായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി. പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടം വന്ന സമയത്ത് നോ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്കത് പറയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും നമുക്കിപ്പോ പഠിച്ചു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും, ഇന്ന വിഷയം എടുത്ത് പഠിക്കണം, ഇന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നൊക്കെ. പക്ഷെ വീട്ടുകാർ പറയാണ് ഇത് വേണ്ട, നമുക്ക് ഇന്നത് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല, എനിക്ക് ഇത് തന്നെ പഠിക്കണം എന്ന് പറയാനുള്ളൊരു ആ ഒരു ധൈര്യം ഇല്ലാതെ നമ്മൾ ഓക്കെ ശരി നമ്മൾ പഠിച്ചോളാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോ അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കാണ്. നോ പറയുന്നതിന്റെ ആ ഒരു അതായത് അവര് പറഞ്ഞു കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ പൊതുവെ നമ്മൾ പെൺകുട്ടികളെയൊക്കെ കുറച്ചു നാൾ മുമ്പ് ഈ 90s കുട്ടികളാണെങ്കിൽ പോലും 90s വരെയുള്ള കുട്ടികളെ ഒക്കെ ആണെങ്കിൽ ഇത് നോ അങ്ങനെ പറയാനേ പാടില്ല, ധിക്കാരം പറയാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ഇവിടെ ഭൂമി തിരിഞ്ഞു ഇറങ്ങും, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് പൊതുവെ നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ജോലി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങള്, പാഷൻ, അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു വിവാഹം തന്നെ ആയിരിക്കും. ഇപ്പൊ വിവാഹത്തിന്റെ കേസിലായിരിക്കും അത് കുറെ കൂടെ ഒക്കെ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ചിലപ്പോ അത് നന്നായെന്നിരിക്കാം, മേ ബി ചിലപ്പോ അവരൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം പറയുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. അപ്പൊ വീട്ടുകാര് സ്വാഭാവികമായിട്ട് നോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ ഓക്കെ ശരി അത് അവരുടെ ഇഷ്ടം നടക്കട്ടെ. അത് അങ്ങനെ കുറെ സാക്രിഫൈസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ജോലിയുടെ കാര്യത്തില്. ഇപ്പൊ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാനായിട്ടും കുറച്ചുകൂടി കരിയർ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചു നാള് പുറത്തു പോയി ജോലി ചെയ്യാം എന്നൊക്കെ ആളുകൾക്ക് ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. മേ ബി പെൺകുട്ടികൾക്കാണ് കൂടുതലും ഉണ്ടാവാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൺകുട്ടികൾക്കും ഉണ്ടാവും, പക്ഷെ പെൺകുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും
പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് അബ്യൂസുകൾ. ഈ മുതിർന്ന ആളുകളിൽ ചിലപ്പോൾ അമ്മാവന്മാരായിരിക്കാം, അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കാം, ഒരുപക്ഷെ അത്തരത്തിലുള്ള ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ബ്രദറായിട്ട് നിൽക്കുന്ന പല ആളുകളുണ്ടാവാം. പാരന്റ്സിന്റെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ അബ്യൂസ് കേൾക്കുന്ന സമയത്ത് പോലും വേണ്ട, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പോലും പല പെൺകുട്ടികളും മടിച്ചു നിന്ന സാഹചര്യങ്ങളും പലരും കടന്നുപോയിട്ടുള്ള, നമുക്ക് അറിയുന്നവരിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ പലരും തന്നെ അത്തരത്തിൽ കടന്നുപോയിട്ടുള്ള അവസരങ്ങളുണ്ട്. അതായത് നോ പറയേണ്ട ആവശ്യകത എന്ത് എന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തെക്കാളും ഉപരി നമ്മുടെ ശരീരത്തോട് പോലും നമുക്ക് നോ പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ ഒരു വ്യക്തിയെന്നോ രണ്ട് വ്യക്തിയെന്നോ അല്ല, ഒരു പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരായിരിക്കണം. അത്രത്തോളം വിശ്വസിച്ച് വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് സെക്ഷുവലി ആയാലും ശരി, മെന്റലി ആയാലും ശരി, പക്ഷെ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ പോലും നോ പറയേണ്ടിടത്ത് നോ പറയാൻ ബുദ്ധിമുട്ടുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞു ജെൻസി ആണെങ്കിലും 2K ആണെങ്കിലും അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇന്നും ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തപ്പെടുന്ന കുറെ കുട്ടികൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അത് പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും അത്തരത്തിലുള്ള കുട്ടികൾ ഇന്നും നോ പറയാൻ പുറമേയൊക്കെ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനകത്ത് നോ ആണെങ്കിൽ നോ, അല്ലെങ്കിൽ യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയാൻ സാധിക്കാതെ പിരിമുറുക്കത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിനൊക്കെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും നമ്മൾ വളർന്നു വന്നിട്ടുണ്ടാവുക. ഇപ്പോ ആളുകൾ നോ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ കംഫർട്ട് സോൺ അവർ പൊട്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഈ നോ എന്ന് പറയാനായിട്ടുള്ള ഒരു എന്താ പറയുക ധൈര്യം ഓക്കെ ആക്കുന്നത് അവര് ഈ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴാണ്. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പാരന്റ്സിന്റെ ഇടയിലൊക്കെ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ട് നടന്നിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടീനെ നോക്കുകയാണ്, നീ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതായത് മറ്റുള്ളവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടങ്ങൾ വേറൊരാൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവര് നിർബന്ധപൂർവം ആ ഇഷ്ടങ്ങളെ അവര് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതായത് അവർക്ക് ഇഷ്ടമല്ല, എന്നാലും ഇവർക്ക് വേണ്ടി ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് അവരെന്തോ അങ്ങനെയൊക്കെ ഈ നോ പറയാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിംഗിന്നും അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റക്കാരാരാന്നറിയോ? സൊസൈറ്റിയാണ്. അവരെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ നോ പറയാനായിട്ട് ഉള്ള ഒരു ഭയം വരുന്നത്. നോ പറഞ്ഞ സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്ത് വിചാരിക്കും, അങ്ങള് പിണങ്ങത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര മണ്ടത്തരായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. കാരണം അവരാരും അല്ല നമുക്ക് ചെലവിന് തരുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോഴേക്കും ഒരുപാട് സമയം അതിക്രമിച്ചു കാണും. പക്ഷെ അന്ന് എന്താണ് നമുക്ക് ഈ ബോധം ഉണ്ടാവാതിരുന്നത്? അന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ വീട്ടുകാർ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് അങ്ങനെ പറയാൻ പാടില്ല, അവർക്കൊരു ജീവിതം ഉള്ളതാണ്, മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ്. അപ്പൊ ഈ ആളുകൾ നിന്നെ കുറിച്ച് എന്ത് പറയും, അവരോടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നീ അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണം നടക്കില്ല എന്ന് പറയുന്ന ഒരു തരം ഫാമിലിയിൽ നിന്നാണ് നമ്മളിൽ പലരും കടന്നു വന്നിട്ടുള്ളത്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ പോലും ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, നിന്റെ ജീവിതത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന് പറയുന്ന പാരന്റ്സ് ഒക്കെ ഉള്ള ആ ഒരു നാളുകളായിരുന്നു അത്. ആ ഒരു സമയത്ത് സ്വാഭാവികമായും നമ്മളൊരാളോട് ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് അഹങ്കാരമാണെന്ന് ചിന്തിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് വിഷമാവും, അവർ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്താലോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് നമ്മളിൽ പലരും അന്നത് പറയാതിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ പലർക്കും അറിയാം, നോ പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചോദിച്ചു വാങ്ങാനും ആവശ്യമില്ലാത്തതിന് തള്ളാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നുള്ളതാണ്. അതിപ്പോഴുള്ള കുട്ടികളും അത് മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ്. അതെ.